സിനിമകളുടെ സർട്ടിഫിക്കേഷൻ നടപടികളിൽ ഉണ്ടാകുന്ന അനാവശ്യ കാലതാമസവും അനിശ്ചിതത്വവും മലയാള സിനിമാ മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലാക്കുകയാണെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. തിരുവനന്തപുരം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഓഫീസിൽ നടക്കുന്ന നടപടികളിൽ വലിയ വൈകിപ്പിക്കൽ നിലനിൽക്കുന്നുവെന്നാണ് അസോസിയേഷന്റെ വിമർശനം. സാധാരണയായി സിനിമാ സെൻസറിങ്ങിനായി അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടച്ചതിന് ശേഷം ചിത്രത്തിന്റെ പ്രദർശന തീയതി നിശ്ചയിക്കാറുണ്ട്. തുടർന്ന് റീജിയണൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ചിത്രം കണ്ട് വിലയിരുത്തി UA സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുന്ന രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ഈ നടപടിക്രമങ്ങളിൽ മാറ്റമുണ്ടായതായി അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. റീജിയണൽ ബോർഡ് സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച വിവരം നിർമ്മാതാക്കളെ അറിയിച്ചതിന് ശേഷവും പിന്നീട് ചിത്രങ്ങൾ റിവൈസിംഗ് കമ്മിറ്റിയിലേക്ക് അയക്കപ്പെടുന്ന സാഹചര്യം വർദ്ധിച്ചിരിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. ഇതുമൂലം റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുന്ന നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക ബാധ്യതയും മാനസിക സമ്മർദ്ദവും നേരിടേണ്ടി വരുന്നതായും അസോസിയേഷൻ വ്യക്തമാക്കി. സാധാരണയായി പ്രത്യേക സാഹചര്യങ്ങളിലുള്ള ചിത്രങ്ങളെയാണ് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാറുള്ളതെങ്കിലും ഇപ്പോൾ ഭൂരിഭാഗം ചിത്രങ്ങളും ഇത്തരത്തിൽ തടയപ്പെടുന്ന അവസ്ഥയാണെന്നും സംഘടന ആരോപിച്ചു. എല്ലാ തീരുമാനങ്ങളും ഹെഡ് ഓഫീസിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ പ്രസക്തി എന്താണെന്ന ചോദ്യവും അസോസിയേഷൻ ഉയർത്തി. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും ഇതുവരെ ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അസോസിയേഷൻ ആരോപിച്ചു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ജനം, കൊച്ചി.